നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ ശുദ്ധജല വിതരണത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വീട്ടിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ നൽകിയ കുടുംബം ബിൽ കുടിശ്ശികയെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതോടെ ദുരിതത്തിലായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളെ സേലത്തു നിന്നും പോലീസ് പിടികൂടി. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സഹോദരിമാരായ സന്യസ്തരെ അന്യായമായി അറസ്റ്റ് ചെയ്തുവെന്നാരോപിച്ച് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. AUP സ്കൂളിൽ സ്കൂൾ കലോത്സവം ആരവം 2025 സംഘടിപ്പിച്ചു. കള്ള് ഷാപ്പിൽ നിന്നും ഇറങ്ങി വന്നയാളെ ആക്രമിച്ച സ്റ്റേഷൻ പ്രൗഢിയെയും കൂട്ടാളിയെയും കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ ശുദ്ധജല വിതരണത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വീട്ടിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ നൽകിയ കുടുംബം ബിൽ കുടിശ്ശികയെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതോടെ ദുരിതത്തിലായി. കാരിക്കടവ് ഉന്നതിയിലെ മലയൻ വീട്ടിൽ ശിവന്റെ കുടുംബമാണ് 1.5 വർഷത്തോളമായി ഇരുട്ടിൽ കഴിയുന്നത്. 14 കുടുംബങ്ങളുള്ള ഉന്നതിയിൽ വേനൽക്കാലത്ത് കടുത്ത ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്നതിന് പരിഹാരമായി മേഴ്സി കോപ്പ് എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചു നൽകിയത്. പദ്ധതിയുടെ ഭാഗമായി ഉന്നതിയിലുള്ള 2 കിണറുകൾ ആഴം കൂട്ടുകയും മോട്ടോറുകളും ജലസംഭരണിയും സ്ഥാപിക്കുകയും ചെയ്തു. ജലസംഭരണിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനായി മോട്ടോറിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ താൽക്കാലികമായി ശിവന്റെ വീട്ടിൽ നിന്നും എടുക്കുകയായിരുന്നു. 1 മാസത്തിനകം കണക്ഷൻ മാറ്റി തരാമെന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ മാറ്റി നൽകിയിരുന്നില്ല. പോലീസ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടിവെള്ളത്തിന് വേണ്ടി കറണ്ട് എടുത്തു. 1 മാസത്തിനുള്ളിൽ അവരത് മാറ്റാന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞിപ്പോൾ ഒരു കൊല്ലത്തോളമായിട്ട് അവർ മാറ്റുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളെ ഒരു ബില്ലടച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് 2-3 മാസം ഒരു കൊല്ലത്തോളമായപ്പോൾ പിന്നെ ഒരു ബില്ലടക്കാണ്ടായി കഴിഞ്ഞപ്പോൾ 52,000 രൂപ ബില്ല് വന്നു. KCVക്കാർ ആ മീറ്റർ കഴിച്ചുകൊണ്ട് പോയി. വൈദ്യുതി ബിൽ 57,000 രൂപയോളം കുടിശ്ശികയായതിനെ തുടർന്ന് KCB അധികൃതർ വീട്ടിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചതോടെ ശിവന്റെ കുടുംബം ഇരുട്ടിലാണ്. ആനയും പുലിയും അടക്കം വന്യമൃഗങ്ങൾ എത്തുന്ന ഇവിടെ ഭയത്തോടെ മെഴുകുതിരി വെളിച്ചത്തിലാണ് ഈ കുടുംബം. അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് ശിവൻ പറയുന്നു. തൻ്റെ പേരിലുള്ള ബിൽ കുടിശ്ശിക ഒഴിവാക്കി തരണമെന്നും വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുമാണ് ഈ വീട്ടുകാരുടെ ആവശ്യം. കണക്ഷൻ എടുത്തപ്പോൾ 1 മാസത്തിനുള്ളിൽ മാറ്റി തരാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ എന്തുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ബില്ലൊക്കെ അവർ അടച്ചു പോകുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബില്ല് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ടൊരു ഇതുകൊണ്ടാണ് അതിൻ്റെ ഒരു ബില്ല് അടയ്ക്കേണ്ടായത്. അതാണ് ഇപ്പോൾ 52,000 കുടിശ്ശിക മുഴുവൻ വന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ KCB ഒന്ന് കുടിശ്ശിക അടയ്ക്കേണ്ടായപ്പോൾ KCB ഒന്ന് ബോർഡും സാധനമൊക്കെ വെച്ചിട്ടുണ്ടായി. അതുപോലെ പിന്നെ ഇരുട്ടിലാണ് ഞങ്ങൾ നേരിട്ട് എത്തിച്ചേരാണെങ്കിൽ ഭക്ഷണത്തിന് അതിലും കാര്യങ്ങളൊക്കെ അത് കട്ടാനാകുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കാൻ കൂടി കഴിയില്ല. കട്ടാനാണ് ഇപ്പോൾ കുഞ്ഞി കഴിഞ്ഞിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളെ സേലത്തു നിന്നും പോലീസ് പിടികൂടി. താഴേക്കാട് സ്വദേശി വാഴക്കൂട്ടത്തിൽ വീട്ടിൽ 25 വയസ്സുള്ള അമൽ, തമിഴ്നാട് സേലം തുട്ടമ്പട്ടി താമരമംഗലം സ്വദേശി 21 വയസ്സുള്ള വിശ്വഭായ് എന്നറിയപ്പെടുന്ന വിശ്വ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സേലത്തു നിന്നും പിടികൂടിയത്. പ്രതികളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും ചാലക്കുടിയിലെത്തിച്ചു. അന്വേഷണ സംഘം ഒരാഴ്ചയോളം തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് നടത്തിയ വിപുലമായ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെ സേലത്തു നിന്നും കണ്ടെത്തിയത്. നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ചാലക്കുടി DYSP ബിജുകുമാർ PC, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, SI മാരായ ഋഷി പ്രസാദ്, സുനിൽ കുമാർ, SCPO മാരായ ടെസി KT, രജനി, ആൻസൺ, ബിനു PB, സന്ദീപ്, CPO സജിത്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.
ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സഹോദരിമാരായ സന്യസ്തരെ അന്യായമായി അറസ്റ്റ് ചെയ്തുവെന്നാരോപിച്ച് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം നടത്തി. വികാരി വർഗീസ് പാത്താടൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ക്രിസ്റ്റി ചിറ്റക്കര, ഫാദർ അഖിൽ തണ്ടിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. കൈക്കാരന്മാർ, ഭക്തസംഘടനകൾ, ഇടവക ജനങ്ങൾ, ഇടവകാതിർത്തിയിലെ കോൺവെന്റുകളിലെ സിസ്റ്റേഴ്സ്, രൂപത കേന്ദ്ര സമിതി പ്രസിഡന്റ് എന്നിവർ പന്തംകൊളുത്തി പ്രകടനത്തിൽ പങ്കെടുത്തു. കൊടകര റോട്ടറി ക്ലബിന്റെ 2025-26 കാലയളവിലെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. KV പത്മദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഭിലാഷ് PA അധ്യക്ഷത വഹിച്ചു. VB ബോബിഷ് പ്രസിഡന്റ്, നൈജോ V ആൻഡോ സെക്രട്ടറി, നിവിൻ ചെറാക്കുളം ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് സ്ഥാനമേറ്റത്. പുതിയ അംഗങ്ങൾക്ക് അസിസ്റ്റന്റ് ഗവർണർ അനൂപ് ചന്ദ്രൻ അംഗത്വം നൽകി. ഡിസ്ട്രിക്ട് ഡയറക്ടർ മനോജ് പുഷ്കരൻ, ജിജി R പോൾ പാറയിൽ എന്നിവർ സംസാരിച്ചു. മുരിയാട് AUP സ്കൂളിലെ സ്കൂൾ കലോത്സവം ആരവം 2025 സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും ഓട്ടൻതുള്ളൽ കലാകാരനുമായ മുരിയാട് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് വിജിഷ സുമേഷ് അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് രജനി ഷിബു, പ്രധാനാധ്യാപിക MP സുബി, നിമ്മി ടീച്ചർ, ജയന്തി ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആരവം, ധ്വനി എന്നീ 2 വേദികളിലായി കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി. LP UP വിഭാഗങ്ങളിലായി 30ഓളം ഇനങ്ങളിൽ കുട്ടികൾ മത്സരിച്ചു. കുട്ടിക്കാലം മുതൽ 5 വയസ്സിന് മുമ്പ് തന്നെ 4 വയസ്സ് തൊട്ട് ഞാൻ ഇവിടെയാണ് പഠിച്ചത്. അതിനേക്കാൾ ഉപരി ഈ വർഷം ഇവിടെ പഠിച്ചു പോയിട്ട് 50 വർഷം തികയുന്ന വർഷമാണ് 2025. വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ച 100-ലധികം പ്രവർത്തകർ കൊരട്ടി മണ്ഡലത്തിൽ BJPയിൽ ചേർന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ, യുവശാസ്ത്രജ്ഞർ, മറ്റ് സംഘടനാ ഭാരവാഹികൾ, റിട്ടയേർഡ് അധ്യാപിക തുടങ്ങിയ 100-ലധികം പേർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് BJPയിൽ അംഗത്വം നൽകി. പിണറായി സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്തെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. കൊരട്ടിയിൽ നടന്ന BJP തരംഗം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ഇന്നലെകളിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസ് പാർട്ടിയിലും പ്രവർത്തിച്ചവർ ഇന്ന് BJPയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPMന് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സ്ഥാനാർത്ഥികളെ പോലും ലഭിക്കാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് KM സുബ്രഹ്മണ്യൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ആമുഖ പ്രസംഗം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുതിയതായി പാർട്ടിയിൽ ചേർന്നവർക്ക് ഷാൾ അണിയിച്ച് അംഗത്വം നൽകി സ്വീകരിച്ചു. സൗത്ത് ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് വിനോദ്, ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ KS സുരേഷ്, സരസ്വതി രവി, ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ്, മുൻ മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത്, ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി KP ജോണി, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ MG മനോജ്, അനീഷ് ചെന്താമര, മണ്ഡലം വൈസ് പ്രസിഡന്റ് PR ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. അജീഷ് വാളൂർ, ശ്രീകല മണികണ്ഠൻ, രാധാ വേലായുധൻ, ശ്രീദേവി ജയൻ, പ്രദീപ് പരിയാരം, വീന ഉണ്ണി, KK സുബ്രഹ്മണ്യൻ, ഉണ്ണികൃഷ്ണൻ അതിരപ്പള്ളി, TV പൗലോസ്, അഡ്വക്കേറ്റ് പോൾസൺ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഞാനിവിടെ വരുന്ന സമയത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇന്ന് രാവിലെ ഞങ്ങളൊരു മീറ്റിങ്ങിലുണ്ടായി. ശോഭാ സുരേന്ദ്രനോട് ഇന്ന് ഇവിടുത്തെ പരിപാടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് 100ഓളം ആൾക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുത്തതിനെ കുറിച്ച് പറയും. പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീകുമാറും ഇവിടെ വരുന്ന സമയത്ത് വളരെ അഭിമാനത്തോട് അത് പറയുന്നത് കേട്ടു. മെച്ചപ്പെട്ട രീതിയിലും പാർട്ടിയുടെ 100 കണക്കിന് വരുന്ന പ്രവർത്തകർ ഈ തൃശ്ശൂർ ജില്ലയിലും അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലുമൊക്കെ ഒരുമിച്ച് കൂടുകയും. ആലത്തൂർ ALP സ്കൂളിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തോടൊപ്പം പത്തിലത്തോരൻ നൽകി. വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന ഇലകൾ ഉപയോഗിച്ചാണ് ഉച്ചഭക്ഷണത്തിനൊപ്പം നൽകാനുള്ള പത്തിലത്തോരൻ തയ്യാറാക്കിയത്. വിദ്യാലയത്തിൽ എല്ലാ വർഷവും കർക്കിടകത്തിൽ പത്തിലത്തോരൻ ഉണ്ടാക്കാറുണ്ട്. ആയുർവേദ വിധിപ്രകാരം ഔഷധ സേവയ്ക്കുള്ള മാസമായാണ് കർക്കിടക മാസത്തെ കാണുന്നത്. ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന സ്മിതയുടെ നേതൃത്വത്തിൽ താള്, തകര, ചേമ്പില, ചേനയില, ചീരയില, തഴുതാമയില, മത്തനില, കുമ്പളയില, കടിത്തുമ്പയില, പയറില എന്നിവ ഉപയോഗിച്ച് തോരൻ തയ്യാറാക്കി.
അധ്യാപകരും PTA MPTA അംഗങ്ങളും പത്തിലത്തോരൻ ഉണ്ടാക്കാനായി സഹായവുമായി എത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് PM ജിൻസ, PTA പ്രസിഡന്റ് ജയരാജ് KJ, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, ഗോവിന്ദ് MM, കൃഷ്ണപ്രിയ TR, CG അനൂപ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കള്ള് ഷാപ്പിൽ നിന്നും ഇറങ്ങി വന്നയാളെ ആക്രമിച്ച സ്റ്റേഷൻ റൌഡിയെയും കൂട്ടാളിയെയും കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. വട്ടേക്കാട് ഒരുപ്പാക്ക വീട്ടിൽ 44 വയസ്സുള്ള സുമേഷ്, തടത്തിൽ വീട്ടിൽ 41 വയസ്സുള്ള ബിജേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വട്ടേക്കാട്ടുള്ള ഷാപ്പിൽ നിന്ന് കള്ളുകുടിച്ച് ഇറങ്ങി വരികയായിരുന്ന കുറ്റിച്ചിറ മരത്തങ്കോട് അവരിയാട്ടുങ്ങൽ വീട്ടിൽ 24 വയസ്സുള്ള ശരത് എന്നയാളെ ആക്രമിച്ചതിനാണ് ഇവർ പിടിയിലായത്. ഷാപ്പിൽ ഉണ്ടായ വാക്ക് തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു ആക്രമണം. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ദാസ് PK, സബ് ഇൻസ്പെക്ടർ ഡെന്നീസ് CD, ASIമാരായ ബിനു പൗലോസ്, ഗോകുലൻ, ആഷ്ലിൻ, SCPOമാരായ പ്രദീപ്, പ്രതീഷ്, രജീഷ്, സനോജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ കലോത്സവം ഫ്യൂഗോ 2K25 എന്ന പേരിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു. മിമിക്രി, ചാക്യാർകൂത്ത്, നാടൻപാട്ട് കലാകാരനായ പ്രദീപ് പൂലാനി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ജോസ്ലിൻ, അധ്യാപക പ്രതിനിധികളായ ലിറ്റി ആന്റണി, സുമി ഡേവിസ്, വിദ്യാർത്ഥി പ്രതിനിധികളായ എലേന K ഷിബു, സ്നേഹ ജിജോ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഇല്ലേ, നമ്മുടെ ആ വീട്ടില് മക്കളുടെ എണ്ണം കൂടുതലുണ്ടാവും. പക്ഷെ ദാരിദ്ര്യമായിരിക്കും ഒട്ടുമിക്ക വീട്ടിലും പഴയ കാലത്തെ. അപ്പൊ മക്കള് ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ നിരന്ന് വന്നിരിക്കും. ഇന്നത്തെ മാതിരി മൊബൈൽ പിടിച്ച് ആ റൂമിൽ ഈ റൂമിലല്ലേ ഇരിക്കുക. ഭക്ഷണം കഴിക്കാൻ ആ മക്കള് അമ്മമാരെ അച്ഛൻ്റെ മുന്നിൽ ഒന്ന് നിരന്നിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9150 രൂപ, പവന് 73,200 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരിക്കടവ് ആദിവാസി ഉന്നതിയിലെ ശുദ്ധജല വിതരണത്തിനായി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വീട്ടിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ നൽകിയ കുടുംബം ബിൽ കുടിശ്ശികയെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതോടെ ദുരിതത്തിലായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളെ സേലത്തു നിന്നും പോലീസ് പിടികൂടി. ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ സഹോദരിമാരായ സന്യസ്തരെ അന്യായമായി അറസ്റ്റ് ചെയ്തുവെന്നാരോപിച്ച് ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കുരിയാട് AUP സ്കൂളിൽ സ്കൂൾ കലോത്സവം ആരവം 2025 സംഘടിപ്പിച്ചു. കള്ള് ഷാപ്പിൽ നിന്നും ഇറങ്ങി വന്നയാളെ ആക്രമിച്ച സ്റ്റേഷൻ റൌഡിയെയും കൂട്ടാളിയെയും കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.